നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹൊസ്ദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി വീട്ടിൽ പ്രസവിച്ച സംഭവത്തിൽ പിതാവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേസിലെ പ്രതിയും പെൺകുട്ടിയുടെ പിതാവുമായ 48-കാരൻ ഒരു മാസം മുൻപാണ് ഗൾഫിലേക്ക് കടന്നത്. അതിനു മുൻപ് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പമായിരുന്നു വാടക വീട്ടിൽ ഇയാൾ താമസിച്ചിരുന്നത്. ഇതിനിടയിലാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായതെന്നാണ് വിവരം. ഈ മാസം 23-ന് ഉച്ചയോടെ വീട്ടിൽ വെച്ചാണ് പെൺകുട്ടി പ്രസവിച്ചത്. അമിത രക്തസ്രാവം ഉണ്ടായതോടെയാണ് പെൺകുട്ടിയെ കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതും. ഇതോടെയാണ് ഈ സംഭവം പുറലോകമറിഞ്ഞത്. ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിച്ചു. തുടക്കത്തിൽ ഉത്തരവാദി ആരാണെന്നറിയില്ലെന്നായിരുന്നു പെൺകുട്ടിയുടെ മൊഴി. അന്വേഷണത്തിൽ കുടക് സ്വദേശിയും പെൺകുട്ടിയുടെ പിതാവുമായ 48-കാരനാണ് പ്രതിയെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തുകയായിരുന്നു. DNA പരിശോധനയ്ക്കായി നീങ്ങിയതോടെ പെൺകുട്ടിയും ഇക്കാര്യം തുറന്നു പറഞ്ഞു. തുടർന്ന് ഇയാളോട് നാട്ടിലേക്ക് വരുവാൻ അന്വേഷണ സംഘം ആവശ്യപ്പെടുകയായിരുന്നു. ഇതുപ്രകാരം കഴിഞ്ഞ ദിവസം മംഗളൂരു വിമാനത്താവളത്തിലെത്തി ട്രെയിനിൽ നാട്ടിലേക്ക് വരുന്നതിനിടയിൽ പോലീസ് പിടികൂടുകയായിരുന്നു. പ്രതിയും കുറ്റം സമ്മതിച്ചു. ലഹരി ഉപയോഗിച്ച ശേഷം ഒരു തവണ മാത്രമാണ് മകളെ ഉപദ്രവിച്ചതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഒരു മാധ്യമമാണ് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇയാളെ ഹൊസ്ദൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 14-കാരിയുടെ കുഞ്ഞിനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു. പിതാവാണെന്ന് പ്രതിയെന്ന് കണ്ടെത്തിയ പോലീസ് ഇയാളോട് നാട്ടിലേക്ക് വരുവാനായി ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് ട്രെയിനിൽ നാട്ടിലേക്ക് വരുന്നതിനിടെ പോലീസ് പിടികൂടിയതും. പെൺകുട്ടിയുടെയും മാതാവിന്റെയും മൊഴിയെടുത്തുവെങ്കിലും പ്രതി ആരാണെന്ന് ഇരുവരും വ്യക്തമാക്കിയിരുന്നില്ല. തുടർന്നാണ് ഈ അന്വേഷണത്തിൽ പിതാവാണ് പ്രതിയെന്ന് കണ്ടെത്തിയത്. പ്രതിയിൽ നിന്ന് DNA പരിശോധനയ്ക്ക് സാമ്പിൾ ശേഖരിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡിലാണ്. ഇൻസ്പെക്ടർ P. അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സമാനമായ സംഭവം നാളുകൾക്ക് മുമ്പ് തന്നെ പത്തനംതിട്ടയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. പെരുമ്പട്ടിയിൽ 14-കാരിയായ മകളെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കിയ പിതാവ് പിന്നീട് അറസ്റ്റിലായി. റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് 8ാം ക്ലാസ്സുകാരി ചികിത്സ തേടിയെത്തിയത്. ഇതോടെ സംഭവം പുറലോകമറിഞ്ഞു. കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ സംശയം തോന്നിയ ഡോക്ടർമാർ വിശദമായ പരിശോധനകൾക്കായി നിർദ്ദേശിച്ചു. തുടർന്ന് സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിൽ ഈ പെൺകുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഈ ലാബ് ജീവനക്കാർ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും വിശദമായ അന്വേഷണം നടത്തുകയുമായിരുന്നു. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പിന്നീട് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. കുട്ടിയുടെ മാതാപിതാക്കൾ നിയമപരമായി വിവാഹിതരായിട്ടില്ലെന്നാണ് പോലീസ് അറിയിച്ചത്. അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് പെൺകുട്ടിയും സഹോദരനും ഉറങ്ങിയിരുന്നത്. ഇതിനിടെ അച്ഛൻ തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പെൺകുട്ടി പോലീസിൽ നൽകിയ മൊഴി. പിന്നാലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് പിതാവിനെ അറസ്റ്റ് ചെയ്തു. ദിവസങ്ങൾക്ക് മുമ്പാണ് ട്രെയിനിലെ ശൗചാലയത്തിനുള്ളിൽ ബാഗിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ നവജാത ശിശുവിനെയും കണ്ടെത്തിയിരുന്നത്. പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞത് ഞെട്ടിക്കുന്ന ക്രൂരതയായിരുന്നു. സ്വന്തം അച്ഛനാൽ ബലാത്സംഗത്തിനിരയായി ഗർഭം ധരിക്കുകയും കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരികയും ചെയ്ത ആ പ്രായപൂർത്തിയാകാത്ത കുട്ടി അനുഭവിച്ച ക്രൂരതകളായിരുന്നു അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പെൺകുട്ടി സ്വന്തം പിതാവിൽ നിന്ന് ബലാത്സംഗത്തിനിരയായും കുടുംബം അത് മൂടിവെക്കുവാൻ ശ്രമിച്ചതുമായ കൊടും ക്രൂരതയായിരുന്നു പുറത്തുവന്നത്. ഈ സംഭവം ബീഹാറിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്. ആരെ നടുക്കുന്ന ഒരു വാർത്തയായിരുന്നു അത്. പിതാവ് ബലാത്സംഗം ചെയ്തതിനെ തുടർന്ന് ഗർഭിണിയായ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ചികിത്സയ്ക്കായി ഡൽഹിയിലെ ട്രെയിനിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് ജൂൺ 22-ന് കുഞ്ഞ് ജനിച്ചത്. ട്രെയിൻ വാരണാസിക്ക് സമീപം എത്തിയപ്പോഴാണ് ശൗചാലയത്തിൽ വെച്ച് പെൺകുട്ടി ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. കുഞ്ഞിനെ ബാഗിലാക്കിയ ശേഷം മറ്റൊരു ട്രെയിനിന്റെ ടോയ്ലറ്റിൽ ഉപേക്ഷിച്ച പെൺകുട്ടിയും കുടുംബവും ഇറങ്ങിപ്പോവുകയായിരുന്നു. പാറ്റ്ന ചണ്ഡീഗഡ് വേനൽക്കാല പ്രത്യേക ട്രെയിനിലായിരുന്നു ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. ബറേലിക്ക് സമീപം എത്തിയപ്പോഴാണ് ട്രെയിനിലെ കച്ചവടക്കാർ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. പൊക്കിൽ കൂടി മുറിഞ്ഞിട്ടില്ലാത്ത കുട്ടിയെ ഇവർ ശൗചാലയത്തിൽ നിന്ന് കണ്ടെത്തി. ഉടൻ തന്നെ ട്രെയിനിലെ ടിക്കറ്റ് പരിശോധകരെ സമീപിച്ചു. കനത്ത ചൂട് കുഞ്ഞിന്റെ ആരോഗ്യത്തിന് പ്രശ്നമാകുമെന്ന് കരുതി AC കോച്ചിലേക്ക് കൊണ്ടുപോയി. പിന്നീട് മൊറാദാബാദിലെത്തിയപ്പോൾ കുട്ടിക്ക് വൈദ്യസഹായം ലഭ്യമാക്കി. കുഞ്ഞിനെ ഉപേക്ഷിച്ച ബാഗിൽ നിന്ന് ഒരു SIM കാർഡ് പോലീസ് കണ്ടെടുത്തതാണ് ഇക്കേസിൽ വഴിത്തിരിവായി മാറിയത്. SIM കാർഡിന്റെ ഉടമ പെൺകുട്ടിയുടെ ബന്ധുവായിരുന്നു. പെൺകുട്ടി ബലാത്സംഗത്തെ തുടർന്ന് ഗർഭിണിയായതാണെന്ന് ഇയാളിൽ നിന്ന് പോലീസിന് വിവരം ലഭിക്കുകയും ചെയ്തു. ബീഹാറിലെ ചിപ്രയിലായിരുന്നു പെൺകുട്ടിയുടെ കുടുംബം താമസിച്ചത്. തന്റെ പിതാവ് മദ്യപാനിയാണെന്നും ഗർഭിണിയാകും മുമ്പേ 1 വർഷത്തിലേറെ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും ഈ പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. തുടർന്ന് ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയെ മുറാദാബാദിലേക്ക് കൊണ്ടുവന്നു. അവിടെ വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്രത്തിലേക്കാണ് അവരെ മാറ്റിയത്. ഇതിനിടെ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ തനിക്ക് സാമ്പത്തികമായി കഴിയില്ലെന്ന് പെൺകുട്ടി ഉദ്യോഗസ്ഥരെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. പെൺകുട്ടിക്കൊപ്പം അവരുടെ അമ്മയും അമ്മൂമ്മയും ഉണ്ടായിരുന്നതായും ഇവരും ഇത് തന്നെയാണ് പറഞ്ഞതെന്നും അധികൃതർ വ്യക്തമാക്കി. ഈ സംഭവങ്ങൾ നമ്മെ പാടെ ഭയപ്പെടുത്തുകയാണ്. ഒരു സമൂഹം എവിടെ തെറ്റിപ്പോയി എന്നത് ചോദിച്ചറിയേണ്ട സമയമാണിത്. പെൺകുട്ടികളുടെ സുരക്ഷിതത്വം വീട്ടിൽ പോലും ഉറപ്പാക്കാനാകുന്നില്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ നില ചോദ്യം ചെയ്യപ്പെടുന്നു. പിതൃത്വം എന്ന പദം പ്രതിനിധീകരിക്കേണ്ടത് കാവലിനെയും കരുതലിനെയുമാണ്. പക്ഷേ ഇവിടെയുള്ള സന്ദർഭങ്ങളിൽ അത് ഭീകരതയും ക്രൂരതയുമായി മാറുന്നു.
ഇത്തരം കേസുകൾ വെറും ആഖ്യാനങ്ങളല്ല, ഒരു സമൂഹത്തിന്റെ ധാർമ്മിക വീഴ്ചയുടെ ജീവഭീതി ഉളവാക്കുന്ന ഉദാഹരണങ്ങളാണ്. അന്വേഷണങ്ങൾ ശക്തമാക്കുകയും കുറ്റവാളികൾക്ക് കഠിന ശിക്ഷ ലഭിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഇനിയെങ്കിലും നമ്മുടെ വീടുകളും സമൂഹവും പെൺകുട്ടികൾക്ക് സുരക്ഷിതമായ ആശ്രയ കേന്ദ്രങ്ങളാകട്ടെ. നിയമം അതിന്റെ ഉറച്ച പടവുകൾ വിൽക്കട്ടെ. അതിജീവിച്ച് ഓരോ പെൺകുട്ടിയുടെയും ധൈര്യത്തിന്, അവരുടെ ഉയർച്ചയ്ക്ക് വഴിയൊരുക്കുവാൻ സമൂഹം കക്ഷിയാകണം. മൗനം തുടരുന്നതിന് പകരം മാറ്റത്തിനായി നിലകൊള്ളുകയും ചെയ്യുക. ഇതിനിടെ 15 വയസ്സുകാരെ വീടിനുള്ളിൽ കയറി ദിവസങ്ങളോളം താമസിച്ച് പീഡിപ്പിച്ച കേസിലെ പ്രതിയായ തിരുവല്ലം പൂങ്കുളം സ്വദേശി സുജിത്ത് എന്ന ചക്കരയെ 50 വർഷം കഠിന തടവിന് ശിക്ഷ വിധിച്ചു. ഇതിനൊപ്പം 35,000 രൂപ പിഴയ്ക്കും തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി അഞ്ജു മീര ബിർള ശിക്ഷ വിധിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ 1.25 വർഷം കൂടുതൽ തടവ് അനുഭവിക്കണം. പിഴത്തുക കുട്ടിക്ക് നൽകണമെന്നും വിധിയിൽ പറയുന്നുണ്ട്. 2021 സെപ്റ്റംബർ 6-നാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. അന്നേ ദിവസം കുട്ടിയെ ഭീഷണിപ്പെടുത്തി കുട്ടിയുടെ മുറിയിൽ അതിക്രമിച്ചു കയറി പ്രതി പീഡിപ്പിക്കുകയായിരുന്നു. 8 ദിവസം പ്രതി മുറിക്കുള്ളിൽ തന്നെ താമസിച്ചാണ് പീഡിപ്പിച്ചത്. ഈ സമയം പെൺകുട്ടിയുടെ ലെഗിൻസും മറ്റുമാണ് പ്രതി ധരിച്ചതും. വിവാഹ വാഗ്ദാനം നൽകിയതിനാൽ കുട്ടി ആരോടും പറഞ്ഞില്ല. തുടർന്ന് അതേ മാസം 21-ന് കുട്ടിയുടെ അച്ഛന്റെ നേമത്തുള്ള വീട്ടിലും പ്രതി കയറി. അവിടെ വെച്ച് കുട്ടിയുടെ അച്ഛൻ പ്രതിയെ കാണുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ഇതേ കുട്ടിയെ വീണ്ടും വർക്കലയിലുള്ള ഒരു ലോഡ്ജിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതിന് മറ്റൊരു കേസിന് വിചാരണയിലും പൂർത്തിയായി. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ RS വിജയമോഹൻ ഹാജരായി. പ്രോസിക്യൂട്ടർ 27 സാക്ഷികളെ വിസ്തരിക്കുകയും 36 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ S ഷാജി, സബ് ഇൻസ്പെക്ടർ B ജയ എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.